ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായം 7-ാം വാക്യം. കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ എന്ന് നീട്ടിവെക്കുകയും അരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും. സർവശക്തനും സർവാധീപനുമായ ദൈവമേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഇന്നത്തെ ദിവസം നീ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസത്തെയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പദ്ധതികളെയും നിയോഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ഈശോയെ, നീ പലപ്പോഴും നിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരാനായിട്ട് ഞങ്ങളെ ക്ഷണിക്കുന്നു. ഞങ്ങൾ പലപ്പോഴും ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്ക് ഇഷ്ടമാണ് നിന്നോട് കൂടെ ആയിരിക്കാനായിട്ട്, നിന്റെ സാന്നിധ്യത്തിലായിരിക്കാനായിട്ട്. എന്നാൽ സാത്താന്റെ കെണികൾ മൂലം, അവന്റെ പ്രലോഭനങ്ങൾ മൂലം പലപ്പോഴും ഞങ്ങൾ നീട്ടിവെക്കുന്നു നിന്നിലേക്ക് തിരിച്ചു വരാനായിട്ട്. തമ്പുരാനെ, നീ തരുന്ന പല അവസരങ്ങളും ഞങ്ങൾ വേണ്ടാന്ന് വെക്കുകയാണ്. പിന്നീടാകാം എന്ന മിഥ്യാധാരണയോടുകൂടെ നിന്റെ മുമ്പിലായിരിക്കുന്നു. കർത്താവെ, മാപ്പ് ചോദിക്കുന്നു. തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നിന്നോടൊപ്പമായിരിക്കാനായിട്ട് ഞങ്ങൾ കൃപ തരണമേ. നാളെ എന്ന് ചിന്തിക്കാതെ ഇപ്പം ഈ ഒരു നിമിഷം നിന്നോടുകൂടെ ആയിരിക്കാനായിട്ട് ഞങ്ങൾ കൃപ തരണമേ. നിന്റെ സന്നിധിയിലേക്ക് ഇപ്പോൾ തന്നെ തിരിച്ചു വരാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.